12 വണ്ടി നമ്മളിവിടെ 10-35 ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് മാക്സിമം കുറച്ചിട്ട് 9.95 കൊടുക്കും. 9.95 ഫൈനൽ പ്രൈസിൽ അല്ലേ? വിലയോ 1.75 ആണ്. 1,75,000 രൂപ. അതായത് ഒരു അൾട്ടോന്റെ പൈസക്ക് അല്ലേ? അതും നല്ല 5 സീറ്റർ സെഡാൻ വണ്ടിയാണ്. അതെ, സ്വിഫ്റ്റിനേക്കാൾ വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് 4,50,000 രൂപയ്ക്ക് 4,30,000 രൂപയ്ക്ക് NOC പ്രൈസ് ആണ്. ഞാൻ ധൈര്യത്തിൽ കാര്യം ചോദിക്കട്ടെ, കിലോമീറ്റർ ജനുവൻ എല്ലാം പറഞ്ഞാൽ എന്താക്കും? തിരിച്ചു കൊണ്ടുവരാൻ പൈസ കൊടുക്കും. നഷ്ടം വരെ കൊടുക്കും. അതാണ് ധൈര്യം. ഇത് നമ്മൾ 12.50 ആണ് ചോദിക്കുന്നത്. മാക്സിമം 12 വരെ ലോണും ചെയ്യാൻ പറ്റും. 12.50 എന്ന് പറയുമ്പോൾ വലിയൊരു വിലയൊന്നും ആയില്ല. ഒരു 10-30 ലക്ഷം രൂപന്റെ വിലയുള്ള വണ്ടിയല്ലേ? 28 സംതിങ് എന്തോ. അതെ, 30ന്റെ അടുത്തെങ്ങാണ്ട് വില വരുന്നത്. അതെ, 1.50, 1.5 ലക്ഷം. അതെ, അത് 13 വണ്ടി അല്ലേ? അത് 7 സീറ്റർ ആണ് വരുന്നത്. അത് സീറ്റുകളൊക്കെ വില നമുക്ക് 6.30 ആണ് ചോദിക്കുന്നത്. മാക്സിമം കുറച്ചിട്ട് കൊടുക്കും. അതായത് ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിന്റെ ഏകദേശം ഇത്രയും വലിയ വണ്ടി കൊടുക്കാം. സെഡാൻ വണ്ടിയാണ്, ടൊയോട്ടയാണ്. അതെ, ഇന്നും ഞാൻ നിങ്ങളെ ഒരു പുതിയ ഷോറൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 4-5 വീഡിയോയിലായിട്ട് നമ്മൾ ഒരുപാടധികം പുതിയ ഷോറൂമുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്ന ഷോറൂമുകൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ചേരി അടുത്ത് പുല്ലാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയുള്ള നമ്മുടെ ബ്ലൂബെറി എന്ന് പറഞ്ഞ ഷോറൂമിലാണ് കേട്ടോ. അതായത് തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ക്വാളിറ്റി ഉള്ള വണ്ടികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രാഗിയിട്ട് പോകാത്ത ടൈപ്പുള്ള വണ്ടികളാണ് എല്ലാം തന്നെ. അത് മാത്രമല്ല, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 10 രൂപ മുടക്കിയാലും 10 രൂപ കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കും. അപ്പോൾ യൂസ് കാറിൻ്റെ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ഉണ്ടാവും, വണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നല്ല വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോണൊക്കെ കിട്ടുന്ന കുറേ വണ്ടികളുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മൊത്തം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുതരാം, ബാക്കി കഥകളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൂബെറി യൂസ്ഡ് കാർസിൽ അത്യാവശ്യം സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സാലിക്കേണ്ട ഈ ഒരു വീഡിയോയിൽ അല്ലേ, അതൊക്കെ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞില്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കും നിങ്ങൾ? മാക്സിമം കുറച്ച് കൊടുക്കുക. വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഒക്കെ എന്താ അവസ്ഥ? നല്ല ക്വാളിറ്റികളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇനി ക്വാളിറ്റി കുറവുള്ള വണ്ടി നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതായത് നിങ്ങൾ വന്നിട്ട് വണ്ടി ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ അല്ലേ? ഏത് വണ്ടി നമ്മൾ ഏത് വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഷോറൂമുകളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലും മാക്സിമം വില കുറച്ചിട്ട് ഓഫറിൽ വലിക്കും. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് മാക്സിമം സെറ്റ് ആക്കി കൊടുത്താൽ മാക്സിമം കുറച്ചിട്ട് കൊടുക്കും. ശരി, ഇത് പുണ്ടോ ഏതാ മോഡല്? ഇത് 2015 മോഡല്. റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. റീ ആണ്. കർണാടക റീ ആണ്. അതായത് പ്രൈവറ്റ് വണ്ടിയാണ്. ഇവിടെയും പ്രൈവറ്റിലാണ്. ഡീസലാണ്. അതായത് ഇവോ ആണ്, പുണ്ടോ ഇവോ ആണ്. ന്യൂ മോഡലാണ്. പുണ്ടോയുടെ ജനറേഷൻ ചേഞ്ച് ആയി വന്ന മോഡലാണ്. 15ലേക്കൊക്കെ വന്ന ഫസ്റ്റ് മോഡൽ വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അല്ലല്ലോ, ഇത് ഫുൾ ഓപ്ഷൻ അല്ല. ഇതിൽ 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഇല്ല. ഡീസൽ അല്ലേ ഇത്? ഡീസൽ എഞ്ചിൻ, കോട്ടറാജറ്റ് എഞ്ചിൻ. ശരി, എന്താ വില വരുന്നത്? 15 വണ്ടി ഇത് നമുക്ക് 2.15 കൊടുക്കാം. 2.15 15 വണ്ടി കൊടുക്കാം. 15 വണ്ടി കൊടുക്കാം. ആ പറഞ്ഞ പ്രൈസ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം വരുത്തിയിട്ട് വരിക വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഫുൾ ടാങ്ക് ഡീസലും ചെയ്ത് കൊടുക്കും. ഈ ഓഫർ ഉണ്ട് അത്? അതെ, എല്ലാ വണ്ടിക്കും ഉണ്ട്. ഓരോ വണ്ടികൾക്ക് അനുസരിച്ചാണ്. ഈ വണ്ടിക്ക് നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ. ശരി, അപ്പോൾ എന്തായാലും പുണ്ടോ വേണ്ടവർ ഇതൊന്ന് നോക്കിക്കോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, മേജർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി. 2.15 അതിൽ ലോൺ കയറൂല കേട്ടോ. 1.5 ലക്ഷം കയറും. അതെ, മറ്റേ ശ്രീറാം 1.5 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. ശ്രീറാമിലൊന്നും കയറൂല. ചെയ്ത് കൊടുക്കണ്ടേ? നമ്മൾ ചെയ്ത് കൊടുക്കും. സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഫിയറ്റ് നിർത്തിയതുകൊണ്ട് ആരും ചെയ്യില്ല. ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്ത് കൊടുത്താൽ ചെയ്ത് കൊടുക്കും. ഈ വാഗണർ ഏതാ മോഡല്? വാഗണർ 2011 മോഡൽ VXI ആണ്. 11 ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. കിലോമീറ്റർ വന്നിട്ട് 1,08,000. 1,08,000. ഇതൊക്കെ പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലോ? മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും ഒരു സാധനം റീപ്ലേസ് ബോണറ്റ് ഒന്നും മാറി അങ്ങനത്തെ ഇല്ല. ശരി, ഇതിപ്പോ 11 വണ്ടി VXI എന്താ വില? VXI 11 വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2.25 ആണ്. മാക്സിമം കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വർഷത്തെ പേപ്പർ പൈസ കുറച്ച് കൊടുക്കാം. അതാണ്. അപ്പോൾ ചില്ലറ പൈസ കുറച്ചും കൊടുക്കാം അല്ലേ? അതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു 1.5 ലക്ഷം ലോണും കയറും കേട്ടോ. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കും. ഫിഗോ ഡീസൽ പെട്രോളോ? ഡീസലാണ്. ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയാണ് വരുന്നത്. ഡീസൽ ടൈറ്റാനിയം അല്ലേ? 2013 മോഡൽ. അതായത് ഇതിലൊരു കാര്യമുണ്ട്, ഈ ഫിഗോയിൽ ഈ ടൈറ്റാനിയം വണ്ടി അങ്ങനെ കാണാറില്ല. വളരെ റയർ. ഇതിൽ 4 ഡോർ വിൻഡോ ഉണ്ടോ? 4 ഡോർ ഫിഗോയിൽ ഈ മോഡലിൽ ഇറങ്ങിയിട്ടില്ല. 2 ഡോർ ഉള്ളൂ. ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 ഡോർ ഉണ്ടാവും. ശരി, ഇത് 13 വന്നു പറഞ്ഞു. ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടി. എഞ്ചിൻ ഫുൾ രണ്ടാമത് പണിത വണ്ടിയാണ്. 1.52 ഓടിയിട്ടുണ്ട്. അതായത് കിലോമീറ്റർ ഒന്നും നമ്മൾ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.52 ഓടിയതാണ്. എഞ്ചിൻ പണിത വണ്ടിയാണ്. അതേ പറഞ്ഞാൽ കിലോമീറ്റർ ജെനുവിനിറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതെ. ശരി, ഇതിപ്പോ 13 വണ്ടി എന്താ വില? നമ്മൾ 1.70 ആണ് ആസ്ക് ചെയ്യുന്നത്. നമുക്ക് പാകപ്പെടുത്തിയിട്ട് കൊടുക്കും. അത് ഈ 1.70 പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 ആയതുകൊണ്ടല്ലേ? മോഡലിലുണ്ടാണ്, അതും ഡീസലാണ്. അതെ, ഫുൾ ലോഡ് ആണ്. പൈസ നെഗോഷ്യബിൾ ആവില്ലേ? ഫുൾ ലോഡ് ആണത്.
നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കും. അത് വണ്ടി അപാകതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അപാകതയൊന്നുമില്ല. ശരി, അലവിലൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതെ അതെ, എയർ ബാഗ് വരുന്നുണ്ട്, അലവിൽ വരുന്നുണ്ട്, എല്ലാതും ഉണ്ട്. ABS എല്ലാം ഉണ്ട്. റിച്ച് ആണെങ്കിലോ? റിഡ്സ് VDI ആണ് 2011 മോഡൽ, അല്ല 12 മോഡൽ, ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി തന്നെ അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. ശരി, അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്, നല്ല നീറ്റ് ആണ്. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. VDI ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട് അല്ലേ? അതെ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. റീപ്ലേസ് മേജർ ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഇല്ല. സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ? 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് ഉണ്ട്, 5ാമത്തെ ഓണർ. 5ആയി അല്ലേ? ഈ കിലോമീറ്റർ ജെനുവിൻ ആണോ? കിലോമീറ്റർ ജെനുവിൻ ആകാൻ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന വേണം. അതായത് സെക്കൻഡ് എടുത്ത വണ്ടിയല്ലേ? ഒന്നുമില്ല, നിങ്ങൾ വരിക, വണ്ടിന്റെ എഞ്ചിനും കണ്ടീഷനും നോക്കിയിട്ട് RC നമുക്ക് അയച്ചു കൊടുക്കുക, കസ്റ്റമർ ചെക്ക് ചെയ്തോട്ടെ. ശരി, അത് ചെക്ക് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ചെക്ക് ചെയ്യാലോ. അതെ, എന്താ വില നമുക്കിപ്പോ? ഇത് നമ്മൾ 2.25 ആണ്, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 12 ആണ് കേട്ടോ. അതെ, 12 വണ്ടി 2.25. പക്ഷേ ഇതിൽ 5ാമത്തെ ഓണർഷിപ്പ് ആണെങ്കിൽ ലോണൊക്കെ കയറും. ലോൺ കയറ്റി കൊടുക്കും. ലോൺ നമുക്ക് 8ാമത്തെ ഓണർഷിപ്പ് വരെ ലോൺ ചെയ്തു. ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, ഒരു 1.5 കിട്ടോ? ഒരു 1.5, 1.25 വരെ ലോൺ ചെയ്യാം അല്ലേ? അടിപൊളി. അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇയോൺ നമുക്ക് 2014 മോഡൽ. 14 ആണ്. Elite Plus ആണ്. ഡിലൈറ്റ് പ്ലസ് അല്ലേ? ഡിലൈറ്റ് പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. കിലോമീറ്ററോ? 2 ഡോർ പവറിന്റെ വരൂല. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ബേസ് ആണല്ലോ. ഇത് പിന്നെ കിലോമീറ്ററിന് 1.28 ആണ്. 1.28. പെട്രോൾ ആണ്, വലിയൊരു കംപ്ലൈന്റ് ഒന്നും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. മേജർ റീപ്ലേസ് ഇല്ല, കമ്പനിയിൽ ചെറിയ റീപ്ലേസുകൾ ഉണ്ട്. ശരി, അതെ, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഒരു വണ്ടിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. ഒരു വിളിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എല്ലാ ഫോട്ടോസും നമ്മുടെ അവൈലബിൾ ആണ്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താം. നമുക്ക് എന്തായാലും സ്പീഡ് പറഞ്ഞു. എന്നാലും 14 വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 1.39 കൊടുക്കാം. 1,39,000 രൂപ മാക്സിമം എമൗണ്ട് ലോൺ ചെയ്യാം. എനിക്കൊന്നു നല്ല ടീമാണെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ കിട്ടുമല്ലോ. എനിക്ക് 1.5 കയറണ്ടോ അല്ലേ? അത് കയറും. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടോ, അല്ലെങ്കിൽ ഓടിക്കോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പെയിന്റിംഗ്, പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? മോശമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പോളോ ഉണ്ടല്ലോ. അതെ, ഏതാ മോഡല്? ഇത് 2011 മോഡൽ ഡീസൽ എഞ്ചിനിൽ വരുന്ന 1.2 ഡീസൽ വരും അല്ലേ? കിലോമീറ്ററിന് 1ന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സാധനം മാത്രം എടുക്കുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക അല്ലേ? ടർബോയും ഇഞ്ചക്ടറും നോക്കിക്കോളൂ. നിലവിൽ കംപ്ലൈന്റുകളൊന്നുമില്ല. എന്നിരുന്നാലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നോക്കി എടുക്കുന്നതാണ്. എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കുന്ന സാധനം. അതെ അതെ, അല്ല ഇതിന് പൈസ കുറവാണ്. നമ്മൾ ഒരു 1.70 കൊടുക്കുന്നത്. അതായത് 11 വണ്ടി 1.70 കൊടുക്കാം. ഡീസൽ ഫ്രണ്ട് ലൈന് നമ്മൾ അഡീഷണൽ ആൻഡ്രോയിഡ് LCD ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തു. ബേസിക്കലി വേണ്ട എല്ലാം ഉണ്ട്, എല്ലാം ഫിറ്റ് ആണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്തതാണ്. എനിക്കൊന്ന് ഒരു 1.5 ലോൺ കയറുമോ? ലോൺ കിട്ടൂല. മോഡൽ കുറവായതുകൊണ്ട് ലോൺ കിട്ടില്ല. ശരി, അപ്പൊ എന്തായാലും 2011 വണ്ടി നിങ്ങൾക്ക് 1.75 എടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റിയുള്ള റെഡ് കളർ വണ്ടി 1.70 ലാസ്റ്റ് 1.70 കൊടുക്കാം അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമ്മളെ കുറെ ചെറുവണ്ടികൾ കാണിച്ചു അല്ലേ? കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു കൊടുക്കാം. പക്ഷെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വലിയ വണ്ടികൾ അല്ലേ? ഇതിപ്പോ ഫോർച്യൂണർ ഏതാ മോഡൽ? ഫോർച്യൂണർ 2012 ആണ്. 12 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. സിൽക്കി ഗോൾഡിന്റെ കുറച്ചുകൂടി ലൈറ്റ് കളർ അല്ലേ? അതെ അതെ. അല്ല, വീൽസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 50% ടയർ ഭാഗങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പേപ്പർ ആയതല്ലേ? റീ രജിസ്ട്രേഷൻ ആണ്. ആയതല്ലേ? പേപ്പർ ആയില്ലേ? 3ാമത്തെ ഓണർഷിപ്പിൽ ഏകദേശം 2.30 ഓടിയിട്ടുണ്ട് വണ്ടി. 2.30 ജെനുവിൻ ആണോ? ജെനുവിൻ. റീപ്ലേസ് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഇതില്? മെയിൻ ആയിട്ട് റീപ്ലേസ് മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ? ചെറിയ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? 12 വണ്ടി നമ്മളിവിടെ 10.35 ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് മാക്സിമം കുറച്ചിട്ട് 9.95 കൊടുക്കും. 9.95 ഫൈനൽ പ്രൈസിൽ അല്ലേ? അതിലെന്തെങ്കിലും കുറയാനില്ല. അതിൽ നമുക്കൊരു ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചു കൊടുക്കും. അതാണ്. അപ്പൊ ഒരു 5,000-8,000 രൂപ തന്നെ വേണം. ഓക്കെ, അപ്പൊ എന്തായാലും 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് നല്ല ക്ലീൻ വണ്ടിയാണ്. ഒന്ന് പോളിഷ് ചെയ്യാണ്ടെന്നുള്ളൂ. വേറെ അപാകതയൊന്നും ഇല്ലാത്ത വണ്ടി നിങ്ങൾക്ക് 9.95 എടുക്കാം അല്ലേ? അതിൽ ലോൺ മാക്സിമം കയറില്ലേ? ലോൺ മാക്സിമം ചെയ്തു ഒരു എനിക്ക് തോന്നുന്നു 7-8 എന്തായാലും കയറും. 7 വരെ കയറും. ഒരു 1.5 ലക്ഷം റുപ്യ ഇറക്കി കൊണ്ടുപോകാം വണ്ടി. അതുപോലെ തന്നെ ഈ മറാസോ ആണെങ്കിലോ? മറാസോ വരുമ്പോൾ നമുക്ക് 2019 മോഡൽ വണ്ടിയാണ്. 19 ആണ്. അതായത് ഒരു ഇന്നോവ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലതെന്ന് ഞാൻ പറയും. എല്ലാവരും സമ്മതിക്കൂല. പക്ഷേ റെഡി NOC-യിലുള്ള വണ്ടിയാണ് ഇപ്പോൾ. റെഡി NOC-യിലുള്ള വണ്ടിയാണ്. ശരി, ഇതിപ്പോ പിന്നെ മോഡൽ ഏതാ പറഞ്ഞത്? 2019 മോഡൽ M2 ആണ് വരുന്നത്. M2 ആണ്. കർണാടക റിയ അല്ലേ? കർണാടക റിയ. M2 ആയിട്ടില്ല, റെഡി ആയിരിക്കുന്ന കർണാടക രജിസ്ട്രേഷൻ. അതായത് പിന്നെ M2 എന്ന് പറയുമ്പോൾ ബേസ് ആണ്. അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളതെല്ലാം. ഇത് കിലോമീറ്ററിന് ഇതിൽ ഗ്യാരണ്ടി നമ്മൾ പറയില്ല. 1.18 ആണ് വണ്ടിയിലുള്ളത്. ആയിരിക്കാൻ സാധ്യതയില്ല അല്ലേ? 19 മോഡലായതുകൊണ്ട് ചിലപ്പോൾ ഉറപ്പായിരിക്കാം. ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. പോളിഷ് ചെയ്യാണ്ടല്ലേ? അതെ, ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുള്ള വർക്ക്. എന്താ നമുക്ക് വില? നമ്മൾ വിത്ത് NOC-യിലാണെങ്കിൽ 4.30. 19 വണ്ടി. നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ ഫുൾ എമൗണ്ട് ലോണും കിട്ടും. അല്ല, ഇതിപ്പോ നമ്പർ ആക്കാൻ എത്ര വേണ്ടി വരും? ഒരു ടാക്സിയിൽ നമ്പർ ആക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നമ്പർ ആക്കാം. 20 മതി? അതെ, 20 രൂപ മതി. ടാക്സിയിൽ നമ്പർ ആക്കാം. ഇത് ഇൻവോയ്സ് വളരെ കുറഞ്ഞ വണ്ടിയാണല്ലോ അല്ലേ?
ടാക്സി നമ്പറിൽ നമുക്ക് പൊതുവേ ഏത് വണ്ടിക്ക് ചെറിയ എമൗണ്ട് വരും. ഓക്കെ, അത് അല്ലാണ്ടാണെങ്കിൽ പ്രൈവറ്റിലാകുമ്പോൾ ഒരു 1-ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കാണും. 10-60 രൂപ വരെ. എങ്ങനെയായാലും എടുക്കുന്ന ആൾക്കാർക്ക് ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ ചെയ്യാം. നമ്മൾ പറഞ്ഞ വില എത്രയാണ്? ഇത് നമുക്ക് 430 വിത്ത് NOC റേറ്റ്. മഹീന്ദ്രയാണ്, നിങ്ങൾ ആ മര്യാദ കാണിക്കണം. 7 സീറ്റർ ആണ്. അടിപൊളി. സ്വിഫ്റ്റിനേക്കാൾ വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് 4,50,000 രൂപയ്ക്ക് 4,30,000 രൂപയ്ക്ക് NOC പ്രൈസ് ആണ്. അതെ, NOC നിങ്ങൾക്ക് 2019 മറാസോ ഇത്രയും വലിയ 7 സീറ്റർ എടുത്തുകൊണ്ട് പോകാം. അത് മിസ് ചെയ്യണ്ട കേട്ടോ, നല്ല ക്വാളിറ്റി വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. ക്രെറ്റ പെട്രോൾ ആണ്. അതെ അതെ. വേരിയന്റോ? ഇത് S ആണ് ഓപ്ഷൻ വരുന്നത്. S മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അതെ അതെ. അതായത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. കിലോമീറ്ററോ? 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. മോഡൽ പറഞ്ഞില്ലോ, മോഡൽ 2021 മോഡൽ. 21. അതെ. ക്രെറ്റ പെട്രോളിൽ S ഓപ്ഷൻ, ഒരു ബ്ലാക്ക് എഡിഷൻ അല്ലേ? അതെ. പിന്നെ എസിൽ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും. അതെ അതെ. മോശമൊന്നുമില്ല. അതെ. 32 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി പ്രോപ്പർ സർവീസ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. 21 വണ്ടിയുടെ വില ആക്കട്ടെ? 895 കൊടുക്കാം. എത്രയ്ക്ക്? 895 ഫുൾ എമൗണ്ട് ലോൺ ആയിട്ട് കൊടുക്കും. ഈ വിലക്കല്ലേ ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള യൂസ്ഡ് മറ്റേ അതായത് ഇതിന്റെ പഴയ ഷേപ്പ് ഒക്കെ വിൽക്കുന്നത്? അതെ. ശരിക്കും പറഞ്ഞാൽ ഇതിന് വില ഇടാൻ പറ്റാണ്ടായില്ലേ? ഇപ്പൊ പുതിയ വണ്ടിക്കൊക്കെ വില കുറഞ്ഞില്ലേ? അതെ, അപ്പൊ നമ്മൾ പയ്യനും കുറച്ച് കൊടുക്കണ്ടേ? ഒരുപാട് വേരിയന്റ് ചറവർ ഇറങ്ങുമ്പോൾ വില ഇടാൻ പറ്റാണ്ടായി. 5,000-10,000 വ്യത്യാസമുള്ളൂ ഇപ്പൊ. 895 നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ട് കൊടുക്കും. അടിപൊളി. അതായത് പെട്രോൾ ആണ്, മോശമില്ല, കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാം കേട്ടോ. ഉറപ്പല്ലേ? 10 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 21 വണ്ടിയല്ലേ? അതെ അതെ. മോശമൊന്നുമില്ല കേട്ടോ, അത് നിങ്ങൾ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ബ്രസ ഡീസൽ പെട്രോളോ? ഡീസൽ ZDI ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓണർ വണ്ടി. ZDI ഓട്ടോമാറ്റിക് പ്ലസ് ഇല്ലല്ലോ? ഇല്ല, ZDI അല്ലേ? ബട്ടൺ ഇല്ല, ബാക്കിയല്ല. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് 27,500 കമ്പനീസ് പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. മോഡൽ നിങ്ങൾ പറഞ്ഞത് 2019 മോഡൽ വണ്ടിയാണ്. അത് ഞാൻ വിശ്വസിക്കണം നിങ്ങൾ പറയുന്നത്? വിശ്വസിക്കണം. 27,500? അതെ. അതൊക്കെ അങ്ങേ അറ്റം എന്താ പറയാ, വണ്ടി അങ്ങനെ ഓടിക്കൊള്ളണം എന്നില്ലല്ലോ. സിംഗിൾ ഓണർ അല്ലേ? അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റയർ ആൻഡ് റയറസ്റ്റ് തന്നെ പറയാം. 27 സംതിങ് ഒക്കെ ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് അത് ഈ സാധനം ഓട്ടോമാറ്റിക് അത്യാവശ്യം 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഞാൻ ധൈര്യത്തിൽ കാര്യം ചോദിക്കട്ടെ, കിലോമീറ്റർ ജെനുവിൻ എല്ലാം നിങ്ങൾ എന്താക്കും? തിരിച്ചു കൊണ്ടുവരാൻ പൈസ കൊടുക്കും. നഷ്ടം വരെ കൊടുക്കും. അതാണ് ധൈര്യം. ഓക്കെ, അപ്പൊ നല്ല കറക്റ്റ് ഹിസ്റ്ററിയോട് കൂടി എടുക്കാം. ഇനി വില വരുന്നത് നമുക്ക് ഇത് 895 ആണ്. 895 നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ, 19 വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ ഉള്ളൂ. അതും ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്. അത് നിങ്ങൾ മിസ് ചെയ്യണം. വണ്ടിയിൽ അത്യാവശ്യം ഒരു നീറ്റ്നസ് കണ്ടാൽ അറിയാം. മാരുതി ഡീസൽ എഞ്ചിൻ നിർത്തിയല്ലോ. അതെ, ഡീസൽ എഞ്ചിൻ നമ്മൾ എത്ര പൈസ കൊടുത്താലും നമുക്ക് പുതിയ 19 ലാസ്റ്റോട് നിർത്തി. അല്ല, 20 നിർത്തി. അതെ അതെ. അപ്പൊ എന്തായാലും ഡീസൽ എഞ്ചിനിൽ ZDI ഓട്ടോമാറ്റിക്കലി വെറും 27 സംതിങ് കൂടിയ വണ്ടി. 27 സംതിങ്. അങ്ങനെ അറ്റം റയർ ആയിട്ടുള്ള സാധനം മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാണെങ്കിലോ വെന്യൂ ന്യൂ ഷേപ്പ് ആണല്ലോ. അതെ, ഇത് N-Line N8 എന്ന് പറഞ്ഞ സാധനം. അതായത് ഏറ്റവും ടോപ്പ് എൻഡ്. അതെ, ഇതില് ടെർബോ ഉള്ള ഓട്ടോമാറ്റിക് എഞ്ചിൻ. 1 ലിറ്റർ ടെർബോയില് N-Line എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട് അല്ലേ? ഇത് നമ്മളെ പിന്നെ i20 വരുന്നുണ്ട് N-Line. അതെ, ഇത് വെന്യൂല് വന്നത്. ഇത് മോഡൽ 23 ഇത് 23 മോഡൽ 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 24,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും ഉള്ള ഒരു സാധനം. ഇത് കിലോമീറ്റർ ജെനുവിൻ ആണ്. 24,000 കിലോമീറ്റർ. 23 മോഡൽ. റീപ്ലേസ് ചെറിയ തട്ടുമുട്ടുകളൊക്കെ ഉണ്ട്. ബമ്പറൊക്കെ ആയിരിക്കും അല്ലേ? ബോണ്ടൊന്നും മാറിയില്ലല്ലോ? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തിട്ട് 1095 വണ്ടി കൊടുക്കാൻ പറ്റും. 1095. ഇത് പുതിയ എനിക്ക് തോന്നുന്നു 16 സംതിങ് 16-17 രൂപന്റെ റേഞ്ചിൽ വില. ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ടാവും കുറച്ചും കൂടി. അത് നോക്കിക്കോളൂ നിങ്ങൾ. 1095 എന്തെങ്കിലുമൊക്കെ കുറയൂലേ? ചെറിയ മാറ്റം മതി ചെയ്ത് കൊടുക്കും. അതെ. അപ്പൊ ഇതെന്നാലും നോക്കിക്കോട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊരു വേരിയന്റ് സാധനം തന്നെയാണ്. അതുപോലെ തന്നെ ജീപ്പ് കോമ്പസ്. അതെ, ജീപ്പ് കോമ്പസ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എല്ലാം കൊണ്ടും കിടില വണ്ടിയാണെങ്കിലും വില കുറച്ച് കുറവല്ലേ മാർക്കറ്റ്? ഇത് വേരിയന്റ് മോഡൽ ഏതാ? ഇത് പിന്നെ സിംഗിൾ ഓണറിൽ വരുന്ന ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞ സാധനം. അല്ല, മോഡൽ 2019. അതായത് 8/1/2020 ആണല്ലോ ഡെലിവറി. ഡെലിവറി ഉണ്ട്. 20 ഉണ്ട് അല്ലേ? 19 മോഡൽ. 19 20 ഡെലിവറി അല്ലേ? ഓക്കെ, അതായത് ലിമിറ്റഡ് അല്ലേ? അതെ, ലിമിറ്റഡ് പ്ലസ്. ഏറ്റവും ഫുൾ അല്ലല്ലോ, ലിമിറ്റഡ് പ്ലസ് അല്ലേ? ഇതിന്റെ മേലെ ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ. ഡീസൽ അല്ലേ ഇത്? ഡീസൽ. കിലോമീറ്റർ 60,000 കറക്റ്റ് പക്ക കമ്പനി സർവീസ് സിംഗിൾ ഓണർ. 60 ഓടിയുള്ളൂ അല്ലേ? അതെ, അടിപൊളി. അപ്പൊ എന്തായാലും 20 രജിസ്ട്രേഷൻ ഉള്ള 60,000 കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ? ഏറ്റവും ഫുള്ളിനെ തൊട്ട് താഴെയായിട്ട് വരും. അത് അതായിരിക്കും. ലിമിറ്റഡ് പ്ലസ് ആണ് ഓപ്ഷൻ ഇല്ലല്ലോ. സൺറൂഫ് ഉണ്ട്. പനോറമിക് റൂഫ് ഉണ്ട്. പനോറമിക് അല്ലേ? അടിപൊളി. പിന്നെ ഇതിപ്പോ വിലയോ? ഇത് നമ്മൾ 12.50 ചോദിക്കുന്നത്. മാക്സിമം ഒരു 12 വരെ ലോണും ചെയ്യാൻ പറ്റും. 12.50 എന്ന് പറയുമ്പോൾ വലിയൊരു വിലയൊന്നും ആയില്ല. ഒരു 10-30 ലക്ഷം രൂപന്റെ വിലയുള്ള വണ്ടിയല്ലേ? 28 സംതിങ് എന്തോ. അതെ, 30ന്റെ അടുത്തെങ്ങാണ്ട് വില വരുന്നുണ്ട്. അതെ അതെ അതെ. എന്തൊക്കെ ഫസ്റ്റ് ഓണറിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് പൈസ എത്ര പോയിന്ന്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇനി എടുക്കുന്ന ഒരാൾക്ക് വലിയ പൈസ പോകില്ല. കുറയേണ്ട ഒരു പീരീഡ് കഴിഞ്ഞു. അതെ അതെ. ഒരു 1.5 ലക്ഷം രൂപ മാക്സിമം പോയാൽ തന്നെ പോകുള്ളൂ. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. അങ്ങ് അറ്റം ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടി.
ഇത് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫുൾ ലോൺ ചെയ്യാലോ അല്ലേ? മാക്സിമം ലോൺ ചെയ്യാം. ചിലപ്പോൾ ഒരു 10-50 മുടക്കേണ്ടി വരുള്ളൂ. 12-50. 12.5. അടിപൊളി. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി തരും ചെയ്ത് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇപ്പൊ എന്തായാലും ഇവിടുത്തെ ചെറുവണ്ടികൾ അവസാനിക്കുന്നില്ല, കുറച്ചും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? കുറച്ച് വണ്ടികൾ കൂടി ഈ ഒരു നിലയിൽ കുറച്ച് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒമിനി ഏതാ മോഡൽ? ഇത് 2013 മോഡൽ ഒമിനി സിംഗിൾ ഓണർ വണ്ടിയാണ്. 13 ന്യൂ ഷേപ്പ് അല്ലാതെ മോഡൽ കൂടി വണ്ടി അല്ലേ? മോഡൽ കൂടി ഉണ്ട്. ഇത് പെട്രോൾ അല്ലേ ഉള്ളൂ? പെട്രോൾ. ഗ്യാസ് ഇല്ലല്ലോ? ഗ്യാസ് കയറ്റിയിട്ടില്ല. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് ചെയ്തോണ്ട് 1.50 നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 180 അല്ല 5.0. 1.50. 1.5 ലക്ഷം. അതെ. അത് 13 വണ്ടി അല്ലേ? അത് 7 സീറ്റർ ആണ് വരുന്നത്. അത് സീറ്റുകളൊക്കെ ഫേസ് ടു ഫേസ് ബാക്കിൽ സീറ്റ് വരുന്നത്. ഇത് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? കംപ്ലൈന്റുകളൊന്നുമില്ല. കമ്പനി സർവീസ്. കിലോമീറ്റർ 1ന്റെ മുകളിലൂടെ വണ്ടിയാണ്. കമ്പനിയിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റ് 10 സർവീസ്. അതായത് ഒരു 1 ലക്ഷം രൂപ മേലെ ലോണും കയറും അല്ലേ? അതെ ലോൺ. ഈ ഓൺ ആണെങ്കിലോ? ഈ ഓൺ 2016 മോഡലാണ്. 4th ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. ഇത് നമുക്ക് 1.95 ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് കൊടുക്കും. 16 വണ്ടി അല്ലേ? 1,90,000. ഓണർഷിപ്പ് 4 നമുക്ക് അത്രയും ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിലവിൽ കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നും ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏതെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്ന് പറഞ്ഞേക്കാം. റീപ്ലേസ്മെന്റ് പറയാം. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2018 മോഡൽ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. റിയാണോ? റിയാണ്. ഓക്കെ. 18 മോഡൽ. ശരി. ഇത് 1.10 ഓടിയ വണ്ടിയാണ്. കിലോമീറ്റർ 1.10. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് VDI വരുന്നത്. VDI ആണല്ലേ? ഓക്കെ. എന്താ വില ഏകദേശം? ഇത് നമുക്ക് ഒരു 5.30 കൊടുക്കാം. 5.30. അതെ. അതായത് 2018 വണ്ടി. റിയാണ്, പേപ്പർ ആയ വണ്ടി അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. അപാധിയൊന്നുമില്ലോ? ഇല്ല. 2ാമത്തെ ഓണർഷിപ്പ്. അടിപൊളി. അത് വേണം നോക്കിയോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. റിയ എന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയേ, നമ്മൾ ഈ റീവണ്ടി എന്ന് പറയുന്നത് വേറൊരു സാധനമൊന്നുമല്ല. ഇവിടെ ഇറങ്ങിയ സ്വിഫ്റ്റും അവിടെ ഇറങ്ങിയ സ്വിഫ്റ്റും എല്ലാം ഒന്നാണ്. കമ്പനി സെയിം തന്നെ. അപ്പോൾ ഉപയോഗിച്ചത് എന്താണെന്ന് മാത്രം നോക്കിക്കോളൂ. വണ്ടിയുടെ ക്വാളിറ്റി നോക്കിക്കോളൂ അല്ലേ? ഇനിയിപ്പോ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2014 മോഡൽ VXI ഡിസയർ VXI ആണ്. പെട്രോൾ എഞ്ചിൻ വരുന്നതാണ്. പെട്രോൾ VXI മിഡിൽ ഓപ്ഷൻ വണ്ടി. അതെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് 86,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 86 ഓടി അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് 3,40,000 ആസ്ക് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. 14 VXI റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. 3 മാക്സിമം ലോൺ കൊടുക്കുക. 3.40 ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റം നമുക്ക് ചെയ്തു. 3 രൂപ സുഖമായിട്ട് ലോണും കയറും. 14 മോഡലുണ്ട്. ന്യൂ ഷേപ്പ് ആണല്ലോ. i20 ഏതാ? 20 2020 മോഡൽ വണ്ടിയാണ്. 20 ആണ്. ഈ ഷേപ്പ് വരുമ്പോൾ 20 ആണ്. 42,000 കിലോമീറ്റർ ഓടി. പെട്രോൾ അല്ലേ? സ്പോർട്സ് ഓപ്ഷൻ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്നത്. 42,000 ഓടിയുണ്ട്. പക്ഷേ ഇത് സ്പോർട്സ് ഓപ്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അലോയ് വീൽ ഉണ്ടാവും. പിന്നെ 4 ടയറും പുതിയതാണല്ലോ. അത്യാവശ്യം നല്ല. അതായത് 40 ഓടുമ്പോൾ ഏകദേശം ടയറുകൾ മാറാനുള്ള ടൈം ആവുമല്ലോ. മാറിയതാണ്. പുതിയത് മാറിയത്. റീപ്ലേസ് ചെറിയ റീപ്ലേസുകളൊക്കെ ഉണ്ട്. ബമ്പർ സാധനങ്ങൾ ബോണ്ടൊന്നും മാറിയില്ല. ബമ്പർ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ മാറിയുണ്ട്. ചെറിയ സംഭവങ്ങൾ മാറിയതാണ്. അത് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററിയിൽ ഉണ്ടാവും അറിയില്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. മാറിയ വണ്ടിയാണ്. ശരി. എന്ത് വില കൊടുക്കും നമ്മള്? ഇത് നമുക്ക് ഫുൾ എമൗണ്ട് ലോണിൽ 5.5 ലക്ഷത്തിന് കൊടുക്കും. 5,50,000 രൂപയ്ക്ക് 20 വണ്ടി അല്ലേ? 20 വണ്ടി. സ്പോർട്സ് ഓപ്ഷനിലാണ്. സ്പോർട്സ് ഓപ്ഷൻ. നിങ്ങൾ നോക്കിക്കോളൂ. വണ്ടിക്ക് വേറെ കൊണ്ടുനടക്കാനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ എഞ്ചിൻപരമായിട്ട് വേറെ ഗുണമുണ്ട്. ഇത് പെട്രോൾ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വരില്ല. ഈ പറഞ്ഞ തട്ടുമുട്ടിന്റെ എന്താ സ്ഥിതി നോക്കിയാൽ എല്ലാ വണ്ടിയും ചെറിയ തട്ടുമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ പോളോ ആണെങ്കിലോ? ഇത് 2015 മോഡൽ സിംഗിൾ RC ആണ്. ഒരു 90,000 കിലോമീറ്റർ ഓടിയാണ്. ഡീസലാ? ഡീസൽ. 15 1.5 അല്ലേ? അതെ അതെ. 1.5 വരും. 15 മുതലാണല്ലോ 1.5 വരുന്നത്. 14 മുതൽ സിലിണ്ടർ വന്നു. അതെ. ഇത് 1.5 ആണ്. അപ്പൊ നല്ല പവർഫുൾ സാധനമാണ്. പിന്നെ കിലോമീറ്റർ 90 അല്ലേ? 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണോ? കമ്പനി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. മോശമൊന്നുമില്ല. നല്ല വെള്ള കളർ വണ്ടി. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് 4.10 ആണ് വില വരുന്നത്. 15 വണ്ടിക്ക് 15 വണ്ടി 4.10. എന്തായാലും കേരള വണ്ടി സിംഗിൾ ഓണർ. അതുപോലെ തന്നെ വെൻഡോ ആണെങ്കിലോ? വെൻഡോ ഒറിജിനൽ കേരളയാണ്. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ ആണ്. അടുത്ത വർഷമാണ് പേപ്പർ വരുന്നത്. 10-11 അല്ലേ? വണ്ടി ഓവറോൾ വലിയ കുഴപ്പമില്ല. ചെറിയ ഒരു 4 ഗ്രാമിന്റെ ബസ്സിൽ വെക്കാണ്ട് എല്ലാം ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ശരി. കിലോമീറ്ററിന് 1.10 ആണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. ജെനുവിറ്റി പറയണ്ട. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. കറക്റ്റ് ഒരു പ്രോപ്പർ സർവീസ് ചെയ്ത് പോകുന്ന 20 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടും. അതെ അതെ. അത് ഇത്രയും ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. അത് ചെക്ക് ചെയ്തോട്ടെ. അത്രേ ഉള്ളൂ. നമുക്ക് ഗ്യാരണ്ടി വരേണ്ട. ഇതിലുള്ളത് 1.10. അതുകൊണ്ടാണ് നമ്മൾ പറയില്ല. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ അല്ലേ? വിലയോ? 1.75 ആണ്. 1,75,000 രൂപ. അതായത് ഒരു അൾട്ടോന്റെ പൈസ അല്ലേ? അതും നല്ല 5 സീറ്റർ സെഡാൻ വണ്ടിയാണ്. അതെ. ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2021 മോഡൽ വണ്ടിയാണ്. 21 പെട്രോൾ ആണ്. VXI ആണ്. ഓട്ടോമാറ്റിക്കാ? അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നതാണ്. ഇത് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കിടക്കുന്ന വണ്ടികളെല്ലാം പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. ശരി. കുറച്ച് മങ്ങലുണ്ട് അല്ലേ? അതെ അതെ. 18 അല്ലേ പറഞ്ഞേ? 21 മോഡൽ VXI. 21 VXI അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ. വിലയോ? വില നമുക്ക് 5,40,000 രൂപക്ക് ഫുൾ എമൗണ്ട് ലോൺ ഇട്ടിട്ട് കൊടുക്കും. 21 വണ്ടിയാണ്. 5,40,000 ഫുൾ എമൗണ്ട് ലോൺ. 1 രൂപ പോലും മുടക്കണ്ട. 5,50 വരെ ലോൺ കിട്ടും. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? എത്തിയോസ് ലീവ
വീഡിയോ ഓപ്ഷൻ വരുന്നത്. VD. ഇത് ഡ്യുവൽ ടോൺ ആക്കിയല്ലേ? ഡ്യുവൽ ടോൺ ചെയ്തു. ഇത് റീ ആണോ? 2016 റീ ആണ്. പേപ്പർ ആയല്ലോ അല്ലേ? പേപ്പർ ആയിട്ടുണ്ട്. ശരി. ഇത് നമുക്ക് 110 കിലോമീറ്റർ വരുന്നത്. അതൊന്നും ജെനുവിൻ ആണെന്ന് പറയണ്ട. ഇത് ജെനുവിൻ ആണ്. ഡയറക്റ്റ് അവിടുന്ന് നമ്മൾ ഹരിയാനയിൽ നിന്ന് എടുത്തതാണ്. അവിടുത്തെ സിംഗിൾ ഓണർ പ്രൈവറ്റ് വണ്ടിയാണ്. കാരണം ഈ ഹിസ്റ്ററി നല്ല ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? എന്താ വില? 110 വണ്ടി 490 കൊടുക്കാം. 2016 490. അതായത് നമുക്ക് 450 വരെ ലോൺ ചെയ്ത് കൊടുക്കും. ഉറപ്പായിട്ടും കിട്ടും. പിന്നെ അപാധ ഇല്ലല്ലോ അല്ലേ? അപാധല്ല, റീപ്ലേസ് ഒന്നുമില്ല. ശരി. അതുപോലെ തന്നെ ഈ ഫിഗോ ആണെങ്കിലോ? ഈ ഫിഗോ 2013 ആണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ല. അതായത് 13 വണ്ടി ഉണ്ട് അല്ലേ? അതെ, അത് മറ്റേ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് എനിക്ക് ട്രെൻഡാന്ന് തോന്നുന്നു. ഇതിൽ അഡീഷണൽ LCD കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പെട്രോൾ ഡീസലോ? ഡീസൽ. 13 ഡീസൽ വണ്ടി. കിലോമീറ്റർ 1 മുകളിൽ വന്നിട്ടുണ്ട്. വിലയോ? വില നമുക്ക് ഈ വണ്ടി ഒരു 1.45 കൊടുക്കാം. 1.45. മോശമൊന്നുമില്ല. ഇതും ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ടച്ച് പോളിഷ് ചെയ്യാൻ. അതെ, കുറച്ച് വണ്ടികളൊക്കെ എന്താ പറയുക മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ നന്നാക്കിയിട്ട് തരുള്ളൂ അല്ലേ? ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. നല്ല പുത്തൻ ടയറുള്ള അൾട്ടോ ഉണ്ടല്ലോ മോഡല്. അൾട്ടോ 2008 മോഡൽ 9 രജിസ്ട്രേഷൻ വരുന്ന LXi 3ാമത്തെ ഓണർഷിപ്പ് ഉണ്ട്. ഇപ്പൊ നിലവിൽ പേപ്പർ എടുത്തിട്ടുണ്ടാവില്ല? അപ്പം പുതിയ പേപ്പറാണ് എടുത്തു അല്ലേ? 30 വരെ പേപ്പർ ഉണ്ടാവും. 29 വരെ പേപ്പർ ഉണ്ടാവും. കിലോമീറ്റർ ഒന്നും പറയുന്നില്ല. വണ്ടി പക്കയാണോ? എഞ്ചിൻ 100% ഗ്യാരണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ്. ബോഡിയിൽ ബോണറ്റിൽ ചെറിയ പെയിന്റിംഗ് ചെയ്യാണ്ട് ചെയ്തിട്ടേ കൊടുക്കും. പുതിയ പേപ്പറിലെ വണ്ടി എന്ത് വിലക്ക് കൊടുക്കും? ഇത് നമുക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 95 ആണ്. നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. അതെന്തായാലും കുറയൂലേ? വണ്ടി ഫുൾ നീറ്റ് ആക്കിയിട്ട് കൊടുക്കും. അതിലും കുറച്ച് തരും. അടുത്തതാണ് ഇൻഡിക. ഇത് ഇൻഡിക വിസ്റ്റ TDI ആണ്, കോട്ടറജറ്റ് അല്ല. TDI അല്ലേ? TDI എഞ്ചിൻ അങ്ങനെ കാണൽ കുറവാണ്. അതെ. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് 74 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2009 മോഡൽ. 29 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ എടുത്തു അല്ലേ? അതെ, 29 വരെ പേപ്പറുള്ള വണ്ടി. പേപ്പറൊക്കെ ചെയ്തതില്ലേ? കോഴിക്കോട് കാലിക്കറ്റിൽ നമ്പറായ വണ്ടി. മെനക്കേട് സാധനം അത്. TDI ആണ്. ഇത് നമ്മളെ പാലക്കാട് ഏരിയയിലാണ് ഈ സാധനം കൂടുതൽ ആളുകൾ. ഇത് മാത്രമല്ല, ഈ തമിഴ്നാട്ടിലേക്കൊക്കെ നല്ലോണം നമുക്ക് പാലക്കാട്ടേക്കാണ് ഇതിന്റെ എൻക്വയറീസ് ഫുൾ വരാം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറ്. അതെ. അപ്പോൾ നല്ല വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ ഒക്കെ ഉള്ള വണ്ടിയാണ്. ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. 74 രൂപയാണ് ചോദിക്കുന്നത്. 70 താഴത്തേക്ക് എന്തായാലും വണ്ടി കൊടുക്കാൻ പറ്റും. അടിപൊളി. വേണേ നോക്കിക്കോട്ടെ, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ യാരിസ് വരെ 2018 മോഡൽ. 18 ആണോ? 18 പെട്രോൾ അല്ലേ? 18 പെട്രോൾ. J ഓപ്ഷൻ വരുന്ന CVT ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക്. പിന്നെ ഇത് പിന്നെ പെട്രോൾ അല്ലേ ഉള്ളൂ? അതെ, ഇതിൽ പെട്രോൾ ഉള്ളൂ. പെട്രോൾ അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇല്ല. പിന്നെ ഇത് വണ്ടിന്റെ ഒരു കണ്ടീഷൻ എന്താ? നല്ല കണ്ടീഷനാണ്. 90,000 കിലോമീറ്റർ കൂടിയാണ്. 3ാമത്തെ ഓണർഷിപ്പിലുള്ളത്. അലവിലേക്ക് സെപ്പറേറ്റ് ചെയ്തതാണ്. ഇത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ? നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ജെ ഓപ്ഷൻ. 18 മോഡൽ. 18 അല്ലേ? അത് CVT ഓട്ടോമാറ്റിക്. വിലയോ? വില നമുക്ക് 6.30 ചോദിക്കുന്നത്. മാക്സിമം കുറച്ചിട്ട് കൊടുക്കാം. അതായത് ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിന്റെ ഇത്രയും വലിയ വണ്ടി കൊടുക്കാം. സെഡാൻ വണ്ടിയാണ്, ടൊയോട്ടയാണ്. അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. ശരി. അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ, മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൂബെറി യൂസ്ഡ് കാർസിൽ നിന്നുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഇത്രയേരം കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് അല്ലേ? എല്ലാ വണ്ടിയും റീപ്ലേസ് കാര്യം കറക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം കച്ചവടം. അതാണ്. അപ്പോൾ വേറെ കേസ് എണ്ണയൊക്കെ പല വണ്ടികൾക്കും ഓഫർ കൊടുത്ത വണ്ടികൾക്കൊക്കെ കൊടുക്കും. ശരി. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുമോ? നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 5 കിലോമീറ്റർ പോകുന്നാൽ പുല്ലാനൂർ സ്കൂൾ എന്ന് പറയും. പുല്ലാനൂർ. അതിന് നേരെ ഓപ്പോസിറ്റ്. സ്കൂളിന് നേരെ. ലൊക്കേഷൻ്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ വെച്ചേക്കാം. ജസ്റ്റ് ഇതിന്റെ മുറ്റത്ത് കൊണ്ടു വിടും. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് വേണ്ട വണ്ടികളൊക്കെ ഒന്ന് എടുത്തോളൂ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ പിന്നെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് വെച്ചോളൂ അല്ലേ? ഫുൾ ഡീറ്റെയിൽസ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വന്നപ്പോഴാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും